Hi students, welcome back to my channel. Today we are going to discuss with the most important area of this chapter, that is called scientific management. The scientific management is one of the important product of classical schools of thoughts introduced by F.W. Taylor. സയന്റിഫിക് മാനേജ്മെന്റിന്റെ സ്വീകാര്യത ഉണ്ടാകാനുള്ള കാരണം 1776 ഇംഗ്ലണ്ടിൽ ഉണ്ടായിട്ടുള്ള ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ ഭാഗമായിട്ടാണ്. ഇത് ഇൻഡസ്ട്രിയിൽ ഒരുപാട് തരത്തിലുള്ള മാറ്റത്തിന് വഴിതെളിയിച്ചു. കാരണം മെക്കനൈസേഷൻ, യൂസ് ഓഫ് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് ലേബേഴ്സ് ആൻഡ് മാസ് പ്രൊഡക്ഷൻ are the features of industrial revolution. So it is needed to use of scientific management principles in handling the labor problems. So let us check the scientific management principles. First point is replacement of old rule of thumb. That means management പരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് സ്വേച്ഛാപരമാക്കരുത്, മറിച്ച് ശാസ്ത്രീയമായിട്ടുള്ള ഗവേഷണ രീതി ഉപയോഗിക്കണം എന്നുള്ളതാണ് ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. ദാറ്റ് മീൻസ് സബ്സ്റ്റിറ്റ്യൂഷൻ ഓഫ് ഓൾഡ് റൂൾ ബൈ സയന്റിഫിക് അപ്രോച്ച്. 2. സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ് ഓഫ് വർക്കേഴ്സ്. ഈ പ്രിൻസിപ്പിൾ അർത്ഥമാക്കുന്നത് നമ്മുടെ സ്ഥാപനത്തിൽ ആവശ്യമായിട്ടുള്ള ജോലിക്കാരെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ശരിയായ സമയത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഈ തത്വം നമ്മെ പഠിപ്പിക്കുന്നത്. 3. കോഓപ്പറേഷൻ ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. ഇവിടെ ഏതൊരു സ്ഥാപനത്തിന്റെയും വിജയ രഹസ്യം എന്ന് പറയപ്പെടുന്നത് ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന വർക്കേഴ്സും മാനേജ്മെന്റ് തമ്മിലുള്ള പരസ്പര ബന്ധത്തെ അടിസ്ഥാനമാക്കിയിരിക്കും. അത്തരത്തിൽ കോർഡിയലായിട്ടുള്ള ഒരു ബന്ധം സൂക്ഷിക്കുന്ന ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം നല്ല ഒരു റിസൾട്ട് ആയിരിക്കാം ആ ഓർഗനൈസേഷന് കിട്ടുന്നത്. സോ ഇത് തന്നെയാണ് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് തത്വവും പറയുന്നത്. എ വാം ഓർ കോർഡിയൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ വർക്കേഴ്സ് ആൻഡ് മാനേജ്മെന്റ്. 4. ഡിവിഷൻ ഓഫ് റെസ്പോൺസിബിലിറ്റി ബിറ്റ്വീൻ മാനേജ്മെന്റ് ആൻഡ് വർക്കേഴ്സ്. ഇവിടെ ടൈലർ സജസ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു തത്വം എന്ന് പറയപ്പെടുന്നത് പ്ലാനിംഗ് ആൻഡ് ഓർഗനൈസിംഗ് ദ ടാസ്ക് ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് മാനേജേഴ്സ്. ദ എക്സിക്യൂഷൻ ഒൺലി ആർ ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വർക്കേഴ്സ്. ഈ ഒരു തത്വം മാനേജ്മെന്റും വർക്കേഴ്സും ഫോളോ ചെയ്യുകയാണെങ്കിൽ മാത്രമേ സയന്റിഫിക് ആയിട്ടുള്ള ഒരു അപ്രോച്ച് നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ടാകത്തുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. 5. മാക്സിമം പ്രോസ്പെറിറ്റി. എല്ലാ മേഖലകളിലും പ്രൊഡക്ഷന്റെ കാര്യത്തിലായിരുന്നാലും ശരി, റിസൾട്ടിന്റെ കാര്യത്തിലായിരുന്നാലും ശരി, എല്ലാ മേഖലകളിലും മാക്സിമം പ്രോസ്പെറിറ്റി ആണ് ഈ തത്വം ഊന്നൽ കൊടുക്കുന്നത്. ഇത്രയുമാണ് 5 പ്രധാനപ്പെട്ട സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസ് പറയപ്പെടുന്നത്. ഈ 5 പ്രിൻസിപ്പിൾസും നമ്മുടെ സ്ഥാപനത്തിൽ യൂട്ടിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രധാനമായി മാനേജ്മെന്റ് ഭാഗത്തു നിന്നും വർക്കേഴ്സിന്റെ ഭാഗത്തു നിന്നും ഒരു പരസ്പര മനോഭാവം മാറ്റം ഉണ്ടായിരിക്കണം. The basic idea behind the scientific management is to change the mental attitudes between management and workers. അതിന് അദ്ദേഹം സജസ്റ്റ് ചെയ്തത് ഒരു മെന്റൽ റെവല്യൂഷനാണ്. സോ അത്തരത്തിൽ ഒരു മെന്റൽ റെവല്യൂഷനിലൂടെ അല്ലാതെ ഈ പറയപ്പെടുന്ന കാര്യങ്ങൾ നമ്മുടെ സ്ഥാപനത്തിൽ നേടിയെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് F.W. ടൈലർ പറയാൻ ശ്രമിക്കുന്നത്. പരസ്പര വിശ്വാസമാണ്, മറിച്ച് മത്സരമല്ല എന്നുള്ളതാണ് ഈ മെന്റൽ റെവല്യൂഷനിലൂടെ അദ്ദേഹം അർത്ഥമാക്കുന്നത്. അപ്പോൾ ഒരു മെന്റൽ റെവല്യൂഷന്റെ അഭാവത്തിൽ ബാക്കിയുള്ള എല്ലാ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ഒരു യൂസേജ് ഇല്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി. ഇനി നമുക്ക് സയന്റിഫിക് മാനേജ്മെന്റിന്റെ
ടെക്നിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, സയന്റിഫിക് ടാസ്ക് സെറ്റിംഗ്. അതായത് നമ്മുടെ സ്ഥാപനത്തിലെ ഒരു ആവറേജ് വർക്കർക്കും ചെയ്യാൻ പറ്റുന്ന ജോലി എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി തീരുമാനിക്കുന്നതിനെയാണ് സയന്റിഫിക് ടാസ്ക് സെറ്റിംഗ് എന്ന് പറയപ്പെടുന്നു. രണ്ട്, വർക്ക് സ്റ്റഡി. A work study means a detailed and systematic study of a particular job. It consists of method study, motion study, time study and fatigue study. Method study ഒരു നിശ്ചിത ജോലി ചെയ്യുവാനുള്ള ഏറ്റവും നല്ല രീതി മനസ്സിലാക്കാനുള്ള സാങ്കേതിക പഠന രീതിയാണ് മെത്തേഡ് സ്റ്റഡിയിൽ പറയുന്നത്. ഇവിടെ അസംസ്കൃത വസ്തുക്കൾ സംഭരിക്കുന്നത് മുതൽ അത് ഉണ്ടാക്കി ഉൽപാദകരിൽ നിന്ന് ഉപഭോക്താക്കളിൽ എത്തിക്കുന്നത് വരെയുള്ള എല്ലാ രീതികളെക്കുറിച്ചും പഠിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ മെത്തേഡ് സ്റ്റഡിയിൽ പറയപ്പെടുന്നത്. രണ്ട്, മോഷൻ സ്റ്റഡി. ഒരു നിശ്ചിത ജോലി ചെയ്യുന്നതിന് നമ്മുടെ ശരീരത്തിൽ ആവശ്യം വരുന്ന ബോഡി മൂവ്മെന്റ്സിനെ കുറിച്ച് പഠിക്കുന്നതിനെയാണ് മോഷൻ സ്റ്റഡി എന്ന് പറയപ്പെടുന്നത്. പ്രധാനമായും അനാവശ്യമായിട്ടുള്ള ബോഡി മൂവ്മെന്റ്സ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് മോഷൻ സ്റ്റഡി പഠിക്കുന്നത്. മൂന്ന്, ടൈം സ്റ്റഡി. ഒരു പർട്ടിക്കുലർ ജോബ് ഒരു നിശ്ചിത സമയത്ത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി എടുക്കുന്ന സമയം, ആ സമയത്തെക്കുറിച്ച് പഠിക്കുന്നതിനെയാണ് ടൈം സ്റ്റഡി എന്ന് പറയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഫാറ്റീഗ് സ്റ്റഡി. ഒരു പർട്ടിക്കുലർ ജോലി നിർവഹിക്കുന്നതിന് തൊഴിലാളികൾക്ക് അനുവദിക്കേണ്ട വിശ്രമ സമയത്തിന്റെ ദൈർഘ്യവും അതിന്റെ ഇടവേളകളെ കുറിച്ചും പഠിക്കുന്നതിനെയാണ് ഫാറ്റീഗ് സ്റ്റഡി എന്ന് പറയപ്പെടുന്നത്. The third point is planning the task. Here, the Taylor emphasized on planning the work. ഇതിലൂടെ അദ്ദേഹം പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു ജോലി ചെയ്യുന്നതിന് മുന്നേ അതിനെ ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ അനലൈസ് ചെയ്തതിനു ശേഷം മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നത് ഒരു നല്ലൊരു പ്ലാനിംഗ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. അത്തരത്തിൽ പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേകം മാനേജേഴ്സ് സംഘം തന്നെ ഉണ്ടാവണം എന്നുള്ളതാണ്. പ്ലാനിംഗ് ഈസ് സെപ്പറേറ്റ് ഫ്രം എക്സിക്യൂഷൻ. പ്ലാനിംഗ് മാനേജേഴ്സിന്റെ ഉത്തരവാദിത്വവും എക്സിക്യൂഷൻ വർക്കേഴ്സിന്റെ ഉത്തരവാദിത്വവുമായിട്ടാണ് ഇവിടെ പറയപ്പെടുന്നത്. 4, സ്റ്റാൻഡർഡൈസേഷൻ. ഇവിടെ ടൈലർ സജസ്റ്റ് ചെയ്യുന്നത് ഏതൊരു കാര്യത്തിനും ഒരു നിലവാരം നിശ്ചയിക്കുക എന്നുള്ളതാണ്. അത് പ്രോഡക്റ്റിലാണെങ്കിലും ശരി, ടൈമിലാണെങ്കിലും ശരി, മെത്തേഡിലാണെങ്കിലും ശരി, ഏതൊരു കാര്യത്തിലാണെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യണം എന്നുള്ളതാണ് സജസ്റ്റ് ചെയ്യുന്നത്. സോ എങ്കിൽ മാത്രമേ ഇത്തരത്തിലുള്ള നിലവാരത്തെ നമുക്ക് ആക്ച്വൽ പെർഫോമൻസുമായിട്ട് കൺട്രോൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. 5, സയന്റിഫിക് സെലക്ഷൻ ആൻഡ് ട്രെയിനിങ്. നേരത്തെ പറഞ്ഞ കണക്ക് നമ്മുടെ സ്ഥാപനത്തിന് ആവശ്യമായിട്ടുള്ള വർക്കേഴ്സിനെ ശാസ്ത്രീയമായ രീതിയിൽ ശരിയായ സമയത്ത് തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ് സയന്റിഫിക് സെലക്ഷനിലൂടെ അർത്ഥമാക്കുന്നത്. ഇവിടെ തിരഞ്ഞെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, തിരഞ്ഞെടുത്തതിന് ശേഷം വർക്കേഴ്സിന് ആവശ്യമായിട്ടുള്ള റിഫ്രഷർ ട്രെയിനിങ്ങും കൊടുക്കണം എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക് നമ്മെ പഠിപ്പിക്കുന്നത്. 7, ഡിഫറൻഷ്യൽ പീസ് വേജ് സിസ്റ്റം. ഇവിടെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വേതന രീതി സമ്പ്രദായമാണ് ഈ ഒരു ടെക്നിക്കിലൂടെ അഡോപ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സമർത്ഥരും അസമർത്ഥരുമായിട്ടുള്ള തൊഴിലാളികൾക്ക് വ്യത്യസ്തമായിട്ടുള്ള വേതന നിരക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക് നമ്മെ പഠിപ്പിക്കുന്നത്. അതായത് അസമർത്ഥരായിട്ടുള്ള തൊഴിലാളികൾ സമർത്ഥമായി പണിയെടുത്ത് അത്തരത്തിലുള്ള ഒരു ഇൻസെന്റീവ് നേടിയെടുക്കുന്നതിനുള്ള ഒരു മോട്ടിവേഷൻ കിട്ടും എന്നുള്ളതാണ് ഈ ഒരു സയന്റിഫിക് ടെക്നിക്കിലൂടെ അദ്ദേഹം പറയപ്പെടുന്നത്. ലാസ്റ്റ് വൺ, സ്പെഷ്യലൈസേഷൻ.
സ്പെഷ്യലൈസേഷൻ സാധ്യമാകുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഫങ്ഷണൽ ഫോർമാൻഷിപ്പ് എന്ന ടെക്നിക്സ് ടൈലർ സജസ്റ്റ് ചെയ്തത്. ഈ ടെക്നിക്ക് പ്രകാരം നമ്മൾ പരമ്പരാഗതമായി ഒരു വർക്കറെ ജോലി നോക്കിക്കാണുന്നത് ഒരു മാനേജർ ആണ്. അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ട് ഒരു വർക്കറുടെ ജോലി 8 പേരടങ്ങുന്ന ഒരു സംഘമാണ് നോക്കിക്കാണുന്നത്. ഇവിടെ പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മാനേജേഴ്സിന്റെ ജോലിയെ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരും എക്സിക്യൂട്ടീവ് ചെയ്യാൻ വേണ്ടിയിട്ട് 4 പേരും ഉണ്ട്. പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള 4 മാനേജേഴ്സ്: 1 റൂട്ട് ക്ലർക്ക്, 2 ഇൻസ്ട്രക്ഷൻ കാർഡ് ക്ലർക്ക്, 3 ടൈം ആൻഡ് കോസ്റ്റ് ക്ലർക്ക്, 4 ഡിസിപ്ലിനേറിയൻ. അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് 4 സൂപ്പർവൈസേഴ്സ് ഉണ്ട്: സ്പീഡ് ബോസ്, ഗ്യാങ് ബോസ്, റിപ്പയർ ബോസ് ആൻഡ് ഇൻസ്പെക്ടർ. ഈ 8 പേരടങ്ങുന്ന ഒരു സംഘമാണ് വർക്കേഴ്സിന്റെ ജോലി നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും അവരവരുടെ മേഖലയിൽ സ്പെഷ്യലിസ്റ്റുകൾ ആകും എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്സിന്റെ പ്രത്യേകത. ഇന്ന് നമ്മൾ സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും അതോടൊപ്പം തന്നെ സയന്റിഫിക് മാനേജ്മെന്റ് ടെക്നിക്സും നമ്മൾ നോക്കിക്കണ്ടു. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും എസ്എ ആയിട്ടും 5 മാർക്കിനാണെങ്കിലും ചോദിക്കുന്ന ഒരു മേഖലയാണ് സയന്റിഫിക് മാനേജ്മെന്റ് പ്രിൻസിപ്പിൾസും ആൻഡ് ടെക്നിക്സും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നന്നായി മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ, ബൈ.